ഹലോ ഗായ്സ്, ഇവിടെ ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്നതല്ലേ. ഇവളുടെ ഈ കാണുന്ന ആൻറ്റിയുടെ ബർത്ത്ഡേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ അതിൻ്റെ ട്രീറ്റ് തരാമെന്ന് പറഞ്ഞ ആൻറ്റി നമ്മളെ കൂട്ടിപ്പോയത് സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റായ സാഗർ റത്നയിലായിരുന്നു. അതിനിടയിൽ ഇവൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം കുറച്ച് ഫോട്ടോസ് എടുത്തുകൊണ്ട് നമ്മൾ അകത്തോട്ട് കയറി. അകത്തെ ആംബിയൻസ് മൊത്തം കേരളത്തിലെ കലാരൂപങ്ങളായി നിറഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ കൈകൊണ്ടിരിക്കുമ്പോഴാണ് ഇവളുടെ ഫാഷനബിളായിട്ടുള്ള ഹെയർ സ്റ്റൈൽ ഞാൻ ശ്രദ്ധിച്ചത്. കൈയൊക്കെ കഴുകി എവിടെ പോയിരുന്നപ്പോഴാണ് രസകരമായ വേറൊരു കാഴ്ച കണ്ടത്. നമ്മൾ ഡൽഹി പോയി കാര്യമായിട്ട് എന്തൊക്കെയോ മറിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സ്റ്റാർട്ടറായിട്ട് ഓർഡർ ചെയ്ത സ്വീറ്റ് ദഹിവട വന്നു. ടേസ്റ്റ് ഒരു രക്ഷയില്ലായിരുന്നു. അതിൻ്റെ അപ്പുറം അവരുടെ വെജ് ഡുലക്സ് താലിയും നമ്മുടെ മെയിൻ ഡിഷിൻ്റെ സൈഡായ സാമ്പാറും ചട്നിയും കൂടെ വന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് 2 കൈ കൊണ്ട് ഉയർത്തിപ്പിടിച്ച് ഈ ആശ നമ്മുടെ മെയിൻ ഡിഷുമായിട്ട് വന്നത്. 4 അടി നീളമുള്ള ഒരു യമണ്ടൻ ഫാമിലി ദോശ. ഓരോ ചട്നിയും സാമ്പാറും കൂട്ടി ഞാൻ ദോശ മാറി മാറി കഴിച്ചു നോക്കി. എല്ലാം തന്നെ അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെ വെജ് ഡുലക്സ് താലി ടേസ്റ്റ് ചെയ്യാത്തത് മോശമല്ലേ എന്നതുകൊണ്ട് മാത്രം ഞാൻ ബട്ടർ നാനും സായി പനീറും കൂട്ടി ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്തു. അവസാനം ഇച്ചിരി വെള്ളവും കുടിച്ചിട്ട് എൻട്രിയിലുള്ള ചേട്ടനോട് ചിരിച്ച് കാണിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. വെജ് മാത്രം കഴിച്ച് വയറ് സെറ്റാവാത്തതുകൊണ്ട് നമ്മൾ വെച്ചു അടുത്തുള്ള KFCയും കൂടി കയറിയേക്കാം. ലൈറ്റായിട്ട് കഴിക്കാൻ ഓർഡർ കൊടുത്തിരുന്നപ്പോഴാണ് സപ്ലയർ ഇൻചാർജ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹി മരുമോളുടെ കടന്നു വരും. പിന്നെ അത്യാവശ്യം അവിടെയും ഇവിടെയും കൈയിട്ട് വാരിക്കൊണ്ട് ഞാൻ വയറ് നിറച്ച്. അവസാനം ഡിസേർട്ട് ഐറ്റമായ ചോക്കോ പൈയും കൂടി കുത്തി നിറച്ചുകൊണ്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി.